നമസ്തേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ആറ്റുകാൽ ഭഗവത്യേ നമഃ. ഞാൻ രമാ വാസുദേവൻ, ഗുരുവായൂർ. കുംഭമാസത്തിലെ പൂരം നാളിൽ, അതായത് പൗർണമി ദിവസം, നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ഒരു പുണ്യനഗരിയായി മാറുകയാണ്, അല്ലെങ്കിൽ ഒരു യാഗശാലയായിട്ട് മാറുകയാണ്. ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല മഹോത്സവത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പം അന്നേ ദിവസം ആ ആറ്റുകാൽ ഭഗവതിയെ തൃക്കൺ പാർക്കാനും പൊങ്കാല സമർപ്പിക്കുന്നതിനുമായി ദശലക്ഷക്കണക്കിന് ആളുകളാണ് വ്രതം നോറ്റുകൊണ്ട് ആ ദിവസത്തിനായി കാത്തിരിക്കുന്നത്. നമ്മൾ ഈ സമർപ്പിക്കുന്ന പൊങ്കാല അമ്മ സ്വീകരിച്ചുവോ? അതുപോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥന അമ്മ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഐശ്വര്യഫലങ്ങൾ നമുക്കെല്ലാം ലഭിക്കുമോ? ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ആത്മീയപരമായിട്ടും ജ്യോതിഷപരവുമായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അപ്പോൾ ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? അമ്മയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമോ എന്നൊക്കെ അറിയുന്നതിനായി ഒരുപാട് ദൈവിക ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. പൊങ്കാല അടുപ്പ് കത്തിക്കുന്നത് മുതൽ നമ്മുടെ പൊങ്കാല സമർപ്പണം കഴിയുന്നത് വരെയുള്ള ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പൊങ്കാല അടുപ്പ് കൂട്ടുന്നത് മുതൽ തന്നെ ആ സമർപ്പണം കഴിയുന്നത് വരെ തന്നെ അമ്മയുടെ സാന്നിധ്യം ആ ഭക്തജനങ്ങളുടെ അടുത്തുകൂടി, നമ്മൾ നിരവധി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അന്ന് പൊങ്കാല സമർപ്പിക്കാനായിട്ട് അവിടെ എത്തിച്ചേരുക. ആ ഭക്തജനങ്ങൾക്കിടയിലൂടെ തന്നെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. അല്ലെങ്കിൽ എല്ലാ ഭക്തജനങ്ങളെയും കാണുന്നതിനായും അനുഗ്രഹിക്കുന്നതിനായും അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പൊ അതില് നമുക്ക് ഈ അടുപ്പ് കത്തിക്കുന്നത് മുതൽ, ആ അടുപ്പ് മുതൽ അതിനുപയോഗിക്കുന്ന ആ മൺകലം വരെ, അതിലുപയോഗിക്കുന്ന അരി, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായ ദിവ്യത്വമുണ്ട്. അതുപോലെ തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമ്മളുടെ മൺകലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുപ്പ് കത്തിക്കുന്നത്. അപ്പോൾ ഈ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ അതില് തീ പകർന്നു തരും. അതായത് പണ്ടാര അടുപ്പിൽ നിന്ന് നമുക്ക് അഗ്നി ജ്വലിപ്പിച്ചിട്ടാണ് നമ്മുടെ നിവേദ്യം തിളപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ആ സമയം മുതൽ തന്നെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് തിളച്ചു തൂവി പുറത്ത് പോകുന്നത് വരെ, അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് വരെ ഓരോരോ ലക്ഷണങ്ങളായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ ആ തീ കത്തിക്കുന്നതിന്റെ സമയത്തിന്റെ കുറച്ച് മുൻപായിട്ടോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ നിവേദ്യം തിളച്ചു മറിഞ്ഞ് നമ്മളെ പൊങ്കാല സമർപ്പിച്ചതിനു ശേഷമോ നമ്മുടെ അടുപ്പിന്റെ മുകളിലൂടെ ഒരു കൃഷ്ണപ്പരുന്ത് പറക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് വളരെ നല്ല ഒരു ശുഭലക്ഷണമാണ്. അമ്മയുടെ അനുഗ്രഹവും അമ്മയുടെ സാന്നിധ്യവുമാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ അടുപ്പിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ, പൊങ്കാല സമർപ്പണത്തിനായിട്ട് നമ്മൾ അടുപ്പിനടുത്ത് ഇരിക്കുമ്പോൾ ഏതെങ്കിലും നമുക്ക് ഒരു മഞ്ഞളിൻ്റെയോ അല്ലെങ്കിൽ അരളിച്ചെടിയുടെയോ ഗന്ധം നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ, ചിലപ്പോൾ അവിടെ അങ്ങനെ അത്തരം ചെടികളൊന്നും നമ്മുടെ സമീപത്ത് ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ആ ഗന്ധം നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് ഉറപ്പിക്കാം അമ്മയുടെ സാന്നിധ്യമാണ്. അമ്മ നമുക്കായിട്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മളുടെ അനുഗ്രഹത്തിനായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ അമ്മ അനുഗ്രഹിച്ചു കഴിഞ്ഞു എന്നും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മളവിടെ ആയിരക്കണക്കിന് അടുപ്പുകളാണ് തീ ജ്വലിപ്പിക്കുന്ന സമയത്ത്. ആകാശത്താണെങ്കിൽ നല്ല സൂര്യൻ്റെ ചൂടും ഉണ്ടായിരിക്കും. അങ്ങനെ ആ അതികഠിനമായ ചൂടിൽ നമ്മൾ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുളിർക്കാറ്റ് അത് വന്നു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് അത് അമ്മ നമ്മളെ തലോടി പോവുകയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് അമ്മയുടെ തലോടലാണ്. അതുപോലെ തന്നെ നമ്മളുടെ അടുപ്പ് കത്തുമ്പോൾ അതിലെ തീ പുകയും കരിയും ഒന്നുമില്ലാതെ ചുവപ്പ് നിറത്തിലാണ് അത് ഭംഗിയായിട്ട് ഉയർന്ന് കത്തുന്നത് എങ്കിൽ അതും നല്ല ലക്ഷണമാണ്. അതുപോലെ തന്നെ കരി, പുക അതൊക്കെ വളരെ കുറവാണ് എങ്കിൽ അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പരിശുദ്ധമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം വേഗത്തിൽ ഫലം ലഭിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പൊങ്കാല പായസം വെന്ത് നിറഞ്ഞു വരുന്ന സമയത്ത്
ഒരു വെള്ള നിറത്തിന് പകരം അത് ഒരു സ്വർണ്ണ നിറത്തിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല തിളക്കമുള്ള നിറത്തിലോ ആയിട്ട് പായസം നമുക്ക് കാണപ്പെടുന്നുവെങ്കിൽ അത് അല്ലെങ്കിൽ അസാധാരണമായ ഒരു തിളക്കമാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത് എങ്കിൽ അത് അമ്മ ആ പായസം അല്ലെങ്കിൽ ആ പൊങ്കാല അമ്മ നമ്മളുടെ നിവേദ്യമായിട്ട് അമൃതിന് തുല്യമായ നിവേദ്യമായിട്ട് അമ്മ അത് സ്വീകരിച്ചു എന്നാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അത് ഒരു ജ്യോതിഷപരമായ ലക്ഷണം തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ ധാരാളം കരിയും പുകയും ഒക്കെ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ആ സമയത്ത് നമ്മുടെ മൂക്കിലേക്ക് ഒരു പനിനീരിൻ്റെയോ അല്ലെങ്കിൽ വിഭൂതിയുടെയോ അല്ലെങ്കിൽ കനകാംബരപ്പൂവിൻ്റെയോ ഒക്കെ ഒരു ഗന്ധം എത്തുകയാണെങ്കിൽ നമുക്കറിയാം അത്തരം സാധനങ്ങളൊന്നും അതിൻ്റെ അരികത്തില്ല എന്ന് നമുക്കറിയാം. എങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ നിമിഷം നമ്മളുടെ അരികിലൂടെ അമ്മ കടന്നുപോയി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ മണിക്കൂറുകളോളം കഠിനമായ ആ വെയിലിൽ വ്രതശുദ്ധിയോടുകൂടി ഇരിക്കുമ്പോൾ നമുക്ക് വളരെയധികം ദാഹവും ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഉപവാസത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് പെട്ടെന്ന് നമ്മൾക്ക് ക്ഷീണമെല്ലാം അകന്ന് ഒരു ഊർജം ലഭിച്ച പോലെ, അല്ലെങ്കിൽ നമ്മുടെ ക്ഷീണമെല്ലാം അകന്ന് ആരോ നമുക്കൊരു ഊർജം ലഭിച്ച പോലെ തോന്നുകയാണെങ്കിൽ അത് ആത്മീയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അമ്മ തങ്ങളുടെ ഭക്തർക്ക് നൽകുന്ന ഒരു ശാരീരിക ഊർജമാണ് അത്. ഇതിന് ശക്തിപാദം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും നമുക്കൊരു ഊർജം ലഭിക്കുകയാണെങ്കിൽ അമ്മയുടെ ആ ശക്തിപാദം എന്ന ഊർജം നമുക്കായി നൽകി എന്നാണത്. അതും ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു രഹസ്യം തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പൊങ്കാലയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന നമ്മളുടെ പുത്തനരിയാണല്ലോ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആ പുത്തനരി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. അപ്പൊ ആ ചന്ദ്രഗ്രഹത്തിനെയാണ് ആ പുത്തനരി സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിൽ ചേർക്കുന്ന ശർക്കരയുണ്ടല്ലോ, ആ ശർക്കര നമ്മളുടെ പ്രാണവായുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് സൂര്യനെയും ചൊവ്വയെയുമാണ് ഈ ശർക്കര പ്രതിനിധാനം ചെയ്യുന്നത്. പിന്നെ നമ്മളതിൽ ചേർക്കുന്ന പ്രധാനമായിട്ടുമുള്ളത് തേങ്ങയാണ്. ഈ തേങ്ങ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് വ്യാഴം എന്ന ഗ്രഹത്തിനെയാണ്. അതായത് വ്യാഴം എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഗ്രഹമാണ്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മണ്ഡലം അത് പൃഥ്വി തത്വമാണ്. ഭൂമി ദേവിയെയാണ് നമ്മുടെ മണ്ഡലം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഈ ചേരുവകളെല്ലാം ചേർന്ന് നമ്മളുടെ ആ മണ്ഡലത്തിൽ ഒന്നായി ചേരുമ്പോൾ നമ്മുടെ ജാതകത്തിലുള്ള ആ നവഗ്രഹങ്ങളുടെ ദോഷങ്ങൾ, അതായത് നമ്മളെ ദോഷങ്ങളെയാണ് അവിടെ വെന്ത് ഇല്ലാതായി മാറുന്നത്. അപ്പോൾ ആ നവഗ്രഹ ദോഷങ്ങളെല്ലാം തന്നെ ഈ പൊങ്കാല തിളച്ച് മറിയുന്നതോടൊപ്പം തന്നെ ആ ദോഷങ്ങളെല്ലാം കത്തി അമർന്ന് ഇല്ലാതായി തീരുന്നു. അങ്ങനെ നമ്മുടെ ആ നവഗ്രഹ ദോഷങ്ങളെല്ലാം ഇല്ലാതായി മാറുന്നു. ആ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ ആ നിവേദ്യം തയ്യാറാക്കുമ്പോൾ ആ പാത്രത്തിന് അരികിൽ തന്നെ നമ്മൾ എപ്പോഴും ഇരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ആ സമയത്ത് അതിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ ആ പൊങ്കാല പാത്രത്തിൽ നിന്നും ചിലപ്പോൾ ഔഷധമുള്ള മണമുള്ള ഒരു പുക ശ്വസിക്കാം നമുക്ക്, അല്ലെങ്കിൽ അനുഭവപ്പെട്ടു എന്ന് വരും. ആ ഔഷധ ഗുണമുള്ള ആ ആ ഗന്ധം നമ്മളുടെ ശരീരത്തിലെ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളതായ ദുഷ്ചിന്തകളെല്ലാം ഇല്ലാതാക്കാനും സഹായിക്കുന്നു. അത് കേവലം ഒരു നിവേദ്യമല്ല, നമ്മളുടെ ആയുസ്സും അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതായ ഒരു ആത്മീയ രസതന്ത്രം തന്നെയാണ് നമ്മൾ ഈ പൊങ്കാല സമർപ്പണത്തിലൂടെ ആ തിളച്ചുമറിയുന്ന അമ്മയുടെ നിവേദ്യം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമുക്കറിയാം, ആ നിവേദ്യം തിളച്ച് മറിയുമ്പോൾ അത് പല ഭാഗത്തേക്കായിട്ട് തൂകിപ്പോകാറുണ്ട്. അതിനൊക്കെ തന്നെ ജ്യോതിഷപരമായ പല ലക്ഷണങ്ങളുണ്ട്. കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടൊക്കെ അത് തിളച്ചു മറിയും. അപ്പോൾ നമുക്കിനി ഓരോ ഭാഗത്തേക്ക് മറിയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണം എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ ആ പൊങ്കാല അല്ലെങ്കിൽ ആ പായസം തിളച്ച് കിഴക്കോട്ടാണ് അത് തിളച്ചു മറിയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ അത് വളരെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ്, ശുഭലക്ഷണമാണ്. സർവ്വ ഐശ്വര്യവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മുടങ്ങിപ്പോയ കാര്യങ്ങൾ
നടക്കാൻ ഇടവരും എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അത് വളരെ വിശിഷ്ടമാണ്. ഇനി നമ്മൾ അത് വടക്കോട്ടാണ് നമ്മളുടെ പൊങ്കാല തിളച്ചു മറിയുന്നത് എങ്കിൽ അത് നമുക്ക് സൂചിപ്പിക്കുന്നത് ധനലാഭം, അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ച, അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ എന്നിവയാണ് അത് സൂചിപ്പിക്കുന്നത് വടക്കോട്ട് തിളച്ചു മറിയുന്നു എങ്കിൽ. ഇനി പടിഞ്ഞാറോട്ടാണ് നമ്മളുടെ പൊങ്കാല പായസം തിളച്ചാദ്യം തൂവിയത് എങ്കിൽ അമ്മ നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, പക്ഷേ കുറച്ച് ക്ഷമയോടുകൂടി ഇരിക്കണം, അതിന് കാലതാമസം ഉണ്ടായിരിക്കും എന്ന് മാത്രമാണ്. അമ്മയുടെ നമ്മളെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരും, പക്ഷേ അതിന് കുറച്ച് ക്ഷമയോടുകൂടി സമയം കാത്തിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി തെക്കോട്ടാണ് ഈ പായസം തൂവി പോകുന്നത് എങ്കിൽ അത് ദോഷമാണെന്ന് പലരും പറയാറുണ്ട്. എങ്കിലും ജ്യോതിഷപ്രകാരം അത് ഒരു ദോഷമായിട്ട് കണക്കാക്കുന്നില്ല. കാരണം അതിൽ പറയുന്നത് അത് പിതൃക്കളുടെ അനുഗ്രഹം അല്ലെങ്കിൽ പൂർവികന്മാരുടെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മളുടെ പൊങ്കാല പായസം തിളച്ച് 4 പുറത്തേക്കും ഒപ്പം തന്നെ തൂവി പോകുന്നതായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ അത് വളരെ പൂർണ്ണമായ ഫലം നമുക്ക് നൽകും, അല്ലെങ്കിൽ സമ്പൂർണ്ണ ഫലമാണ് 4 ഭാഗത്തേക്കും ഒരുമിച്ച് തിളച്ച് മറിയുന്നത് എന്നാണ് ജ്യോതിഷം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇനി മറ്റൊരു രഹസ്യം, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ അടുപ്പ് കൂട്ടാനായിട്ട് 3 കല്ലുകളാണല്ലോ ഉപയോഗിക്കുന്നത്. ആ 3 കല്ലുകളിലാണല്ലോ നമ്മളുടെ പൊങ്കാല പാത്രം വെക്കുന്നത്, മൺകലം വെക്കുന്നത്. അപ്പൊ ഈ 3 കല്ലുകൾ എന്ന് പറയുന്നത് 3 ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് ഈ 3 ഗുണങ്ങൾ? സത്വം, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളാണ് ഈ 3 കല്ലുകൾ. അതിൽ നമുക്ക് വേണ്ടത് സത്വഗുണം മാത്രമാണ്. അതിലെ ആ രജോ ഗുണവും തമോ ഗുണവും നമ്മൾ ഈ അടുപ്പിൽ ആ പൊങ്കാല വെക്കുന്നതോടുകൂടി ആ രജോ ഗുണപ്രധാനങ്ങളായ അല്ലെങ്കിൽ തമോ ഗുണപ്രധാനങ്ങളായ നമ്മളുടെ അഹങ്കാരം, ദേഷ്യം, അലസത, മടി ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ നമ്മൾ ഈ പൊങ്കാല സമർപ്പണത്തോടുകൂടി നമ്മൾ അത് തിളച്ചു മറിയുന്നതോടുകൂടി നമ്മളുടെ മനസ്സിൽ നിന്നും അതിനെല്ലാം ഇല്ലാതാക്കി അത് തിളച്ചു മറിഞ്ഞ് പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കാം. അതാണ് ആ സത്വരജ തമോ ഗുണങ്ങളെയാണ് ആ 3 അടുപ്പ് കല്ലുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ചിലരൊക്കെ പൊങ്കാല സമർപ്പണത്തിനായിട്ട് ആദ്യമായിട്ട് വരുന്നവരായിരിക്കും. അവരെ നമ്മൾ കന്നി പൊങ്കാലക്കാരെ എന്ന് പറയും. അപ്പൊ അവരങ്ങനെ പൊങ്കാല സമർപ്പണം നടത്തുന്ന സമയത്ത് അവരുടെ സമീപത്ത് കൂടി ഒരു തുമ്പിയോ ഒരു ശലഭമോ പറന്നു വരികയാണെങ്കിൽ അത് വളരെ നല്ല ലക്ഷണമാണ്. കാരണം അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി അവർക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നതിൻ്റെ ലക്ഷണമാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ കഠിനമായ വെയിലത്ത് പൊങ്കാല സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു കാർമേഘം വന്ന് നമുക്ക് തണൽ നൽകുകയാണെങ്കിൽ അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. അമ്മ നമുക്ക് മുകളിൽ ഒരു സംരക്ഷണ കവചം തീർത്തു എന്നാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി ആ നിവേദ്യം തിളച്ചു തൂകുന്ന ആ പുണ്യ നിമിഷം അല്ലെങ്കിൽ ആ ധന്യ നിമിഷം, ആ സമയമൊക്കെ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലണം എന്നാണ് പറയുന്നത്. ദേവിയെ നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ വെറുതെ അതിങ്ങനെ തിളച്ചു വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കാതെ ആ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സുരുകിക്കൊണ്ട് ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലാം. അത് നമ്മുടെ ജന്മ നക്ഷത്ര ദോഷങ്ങളെല്ലാം മാറാനും അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്ന് പറയാം. ആദ്യം നമുക്ക് ചൊല്ലേണ്ടത് ഓം ശ്രീ ആറ്റുകാൽ ഭഗവത്യേ നമഃ എന്ന മന്ത്രം ചൊല്ലാം. ഒന്നുകൂടി പറയാം, ഓം ശ്രീ ആറ്റുകാൽ ഭഗവത്യേ നമഃ. അപ്പൊ നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറ്റാവുന്ന അത്രയും സമയം അത് 9 തവണയോ 21 തവണയോ ഒക്കെ നമ്മൾ ശ്രീ ആറ്റുകാൽ ഭഗവത്യേ നമഃ എന്ന് ചൊല്ലാം. അതുപോലെ തന്നെ നമുക്ക് ആ ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമമുണ്ട്, അന്നഥാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി. ഒന്നുകൂടി പറയാം, അന്നഥാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി എന്ന ആ ലളിതാ സഹസ്രനാമത്തിലെ ആ മന്ത്രം, ആ തിരുനാമം ഉരുവിടുന്നത് നമ്മളുടെ വീട്ടിലെ അന്നത്തിലെ ഒരിക്കലും നമുക്ക് അതിനൊരു കുറവ് വരികയോ തടസ്സം ഉണ്ടാവില്ല. അതാണ് ആ മന്ത്രങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് ഉള്ള നമുക്ക് ഗുണം. അപ്പോൾ നമ്മൾ ആ പൊങ്കാല തിളച്ചു മറിയുന്ന സമയത്ത് ഈ 2 മന്ത്രങ്ങൾ ഉരുവിടുന്നത് നമുക്ക് ദേവിയുടെ അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനും വളരെ ഗുണകരമാണ്. അപ്പോൾ അത് എല്ലാവരും മറക്കാതെ ഈ മന്ത്രങ്ങൾ ചൊല്ലുക. അതാ പായസം തിളച്ചു വരുന്ന ആ സമയത്ത്, ആ പുണ്യ നിമിഷമാണ് ആ പായസം തിളയ്ക്കുന്ന സമയം.
ആ സമയത്താണ് നമ്മൾ ഈ മന്ത്രങ്ങൾ ഉരുവിടേണ്ടത്. അങ്ങനെ ഉരുവിടുന്ന സമയത്ത് നമുക്ക് ഈ പ്രാർത്ഥനകൾക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുക. ഇനി നമ്മൾ പൊങ്കാല കഴിഞ്ഞ് നമ്മൾ ആ ദേവിക്ക് അതെല്ലാം സമർപ്പണമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരും. അപ്പോഴും നമ്മൾ കുറേ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം, വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അവിടെ ഒരുപാട് തെറ്റുകൾ പലരും വരുത്താറുണ്ട്. അപ്പം അതെന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ പൊങ്കാല സമർപ്പിച്ച ദേവിക്ക് സമർപ്പിച്ച ആ മൺപാത്രം ഉണ്ടല്ലോ, നമ്മുടെ മൺകലം, അത് നിലത്ത് വെക്കുന്നതിന് പകരം അത് ആദ്യം ഒരു ഗംഗാജലമോ ശുദ്ധജലമോ കൊണ്ട് ആ പാത്രം വൃത്തിയായിട്ട് അതിനെ തെളിക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ആ പൊങ്കാല പാത്രത്തിന്റെ അടിയിൽ നമ്മൾ വിറക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കരി പിടിച്ചിട്ടുണ്ടായിരിക്കും. ആ കരിയിൽ നിന്നും ഒരു ഭാഗം എടുത്തിട്ട് നമ്മളുടെ പ്രധാന വാതിലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തിലകം ചാർത്തണം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ വീട്ടിലുള്ളതായ നെഗറ്റീവ് ഊർജത്തെ തടയാൻ ഇത് സഹായിക്കും. കാരണം അമ്മയുടെ പ്രസാദമാണ്. അപ്പൊ ആ അമ്മയുടെ അനുഗ്രഹം അടങ്ങിയിട്ടുള്ള ആ കരി കൊണ്ടുള്ളതായ തിലകം നമ്മുടെ വീട്ടിലെ നെഗറ്റീവായ ഊർജത്തെ ഇല്ലാതാക്കും. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ ഈ പ്രസാദം ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിതരണം ചെയ്യേണ്ടതാണ്. നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവരും കഴിക്കണം. അതോടൊപ്പം തന്നെ അത് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി കഴിക്കാവുന്നതാണ്. അത് ഒരിക്കലും തന്നെ നമ്മളെ വേസ്റ്റാക്കി കളയാൻ പാടില്ല. അല്ലെങ്കിൽ അതിനെ അലക്ഷ്യമായിട്ടോ അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കാതെയോ ഇരിക്കരുത്. വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ് അമ്മയുടെ പ്രസാദം ഒരിക്കലും നമ്മൾ വൃഥ ആക്കരുത് എന്നുള്ളത്. ഇനി പിന്നീട് നമുക്ക് വരാവുന്ന ഒരു തെറ്റ് എന്താണ്, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ പാത്രത്തിലൊക്കെ കരി പിടിച്ചു, അത് പെട്ടെന്ന് അതിനെ കഴുകി വൃത്തിയാക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അതിനെ സോപ്പിട്ടിട്ടോ വിമ്മിട്ടിട്ടോ ഒക്കെ കഴുകും. പക്ഷേ ഉടനെ തന്നെ നമ്മളത് അങ്ങനെ ചെയ്യരുത്. ആ പാത്രത്തെ നല്ല ശുദ്ധിയുള്ളതായ ഒരു സ്ഥലത്ത് നമ്മൾ വെക്കേണ്ടതാണ്. എന്നിട്ട് അതിലത്തെ ആ പ്രസാദം എടുത്ത് എല്ലാവർക്കും അത് വിതരണം ചെയ്യണം. അതിനുശേഷം നമുക്ക് അതിൽ ബാക്കി വരുന്ന പ്രസാദം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ശുദ്ധിയുള്ള മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി എടുത്തതിന് ശേഷം നമുക്ക് ആ മൺകലം വൃത്തിയാക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ പൊങ്കാല പ്രസാദം വീട്ടിലിരിക്കുന്ന അത്രയും സമയം നമ്മൾ മാംസാഹാരമോ മത്സ്യാഹാരമോ ഒന്നും പാചകം ചെയ്യരുത്. വീട്ടിലത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളമ്മയുടെ പ്രസാദം എങ്ങാനും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്നുവെങ്കിൽ അതിൽ നമ്മൾ മാംസാഹാരമോ മത്സ്യാഹാരമോ ഒക്കെ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത്ര പാവനമാണ്, പരിശുദ്ധമാണ്. അത് അമ്മയുടെ അനുഗ്രഹമാണ് ആ പ്രസാദം. ആ പ്രസാദത്തെ അമ്മയുടെ പ്രസാദമായിട്ട് നമ്മൾ കരുതി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഗുണം നമുക്ക് ലഭിക്കും. ഇനിയോ നമ്മൾ ആ പാത്രം കഴുകി ഒഴിക്കുന്ന ആ വെള്ളം നമ്മൾ സിങ്കിലോ മറ്റും ഒക്കെ ഉപേക്ഷിക്കാതെ നമുക്കത് ചെടികൾക്ക് നനയ്ക്കാവുന്നതാണ്. അപ്പോൾ ആ ചെടികൾക്ക് പോലും അമ്മയുടെ പ്രസാദം ലഭിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പൊങ്കാല സമർപ്പണത്തിന് ശേഷവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഞാൻ അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ആ പൊങ്കാല സമർപ്പണ സമയത്ത് അമ്മയുടെ സാന്നിധ്യം പല വിധത്തിൽ അനുഭവപ്പെടും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു അമ്മൂമ്മയുടെ രൂപത്തിലോ ഒക്കെ ഈ ഭക്തജനങ്ങൾക്കിടയിലൂടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവും. അമ്മ ഓരോ ഭക്തരും നിവേദിക്കുന്ന ആ പൊങ്കാല സമർപ്പണം നിരീക്ഷിക്കുന്നതിനായി നമ്മുടെ സമീപത്തു കൂടി അല്ലെങ്കിൽ അമ്മയുടെ നമ്മളെ അനുഗ്രഹിക്കുന്നതിനായി അമ്മ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മളങ്ങനെ ആ പൊരിവെയിലത്ത് ദാഹിച്ചു നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും നമുക്ക് ദാഹജലം തരുന്നതും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ തലോടും ആശ്വസിപ്പിക്കും. ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ആ അമ്മയുടെ സാന്നിധ്യമാണ്, അമ്മയുടെ അനുഗ്രഹമാണ്. അപ്പം ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് അമ്മ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഈ പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞ് നമ്മൾ തീ അണയ്ക്കുമല്ലോ. അപ്പം അതിനിടയിൽ ഉണ്ടാവുന്നത് വെറും ചാരമാണ്. അപ്പോൾ ആ ചാരം പെട്ടെന്ന് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് കളയാതിരിക്കാൻ അതിൽ സൂക്ഷിച്ചൊന്ന് നോക്കുക, കളയാതെ. അപ്പോൾ പല ഭക്തർക്കും അനുഭവം വന്നതാണ് ആ ചാരത്തിലെ അമ്മയുടെ പാദമുദ്രകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ അനുഗ്രഹം സിദ്ധിച്ച ആളുകൾക്ക് മാത്രമേ ആ ചാരത്തിലെ അമ്മയുടെ പാദമുദ്രകൾ പതിഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ചാരത്തിലെ എങ്ങാനും അമ്മയുടെ പാദമുദ്രകൾ പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ ആ ചാരം ഒക്കെ അവിടുന്ന് എടുത്ത് കളയാൻ. അപ്പോൾ ആ കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് വേണം, അത് ശ്രദ്ധിച്ചതിന് ശേഷം വേണം പൂജാരി
നമുക്ക് ആ ജലം തരും എന്ന് പറഞ്ഞല്ലോ, തീർത്ഥജലം, അത് തെളിക്കാൻ. അപ്പം അതെല്ലാം മനസ്സിലാക്കി ആ നിമിഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. ഇനി ആ പൂജാരി നമുക്ക് ആ തീർത്ഥജലം അവിടെ തെളിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ആ പൊങ്കാല സമർപ്പണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സന്തോഷമുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ചിലപ്പോൾ ഒരു വിറയല്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ആനന്ദ ബാഷ്പം നമ്മുടെ കണ്ണുകളിൽ നിന്നൊക്കെ വരാം. അതൊക്കെ ഉണ്ടായി എങ്കിൽ അത് അമ്മ നമ്മളുടെ വിളി കേട്ട് കഴിഞ്ഞു, അമ്മ നമ്മളുടെ വിളിപ്പുറത്തുണ്ട്. അങ്ങനെ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് ആറ്റുകാലമ്മ. കരളുരുകിയൊന്നു വിളിച്ചെങ്കിൽ അംബിക കൈവെടിഞ്ഞിട്ടില്ല ഇന്നോളം ആരെയും എന്നാണ് ശാസ്ത്രം. അപ്പൊ അമ്മ നമ്മൾ മനസ്സുരുകി വിളിച്ചാൽ, ആ ഹൃദയത്തിൽ അലിഞ്ഞ് മനസ്സുരുകി അമ്മ വിളിച്ചാൽ നമ്മളുടെ വിളിപ്പുറത്തുണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമുക്ക് അമ്മയെ മനസ്സുരുകി വിളിക്കാം. അപ്പൊ ആ അമ്മയുടെ അനുഗ്രഹം ഒരു വർഷത്തേക്ക് എന്നല്ല, തുടർന്ന് നമുക്കുണ്ടാകണം. അപ്പോൾ അങ്ങനെ തന്നെ അമ്മയുടെ ആ മഹാപ്രസാദം നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യവും അതുപോലെ തന്നെ എന്നും നമുക്ക് സമാധാനവും ഉണ്ടാകട്ടെ. ഈ വ്രതശുദ്ധിയുടെ ഈ രഹസ്യം മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ അമ്മയുടെ അനുഗ്രഹം നേടുന്നവരെ, അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ, ഈ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ അറിയാത്ത ആളുകളിലേക്ക് ആ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അമ്മയുടെ അനുഗ്രഹവും അമ്മയുടെ പ്രസാദവും അമ്മയുടെ സാന്നിധ്യവും അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങൾക്കും ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നമുക്കതെല്ലാവർക്കും ചേർന്ന് പങ്കുവയ്ക്കാം. അമ്മ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ അമ്മയുടെ അനുഗ്രഹം അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യമൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അത് എല്ലാവരെയും അമ്മ അങ്ങനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ്. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കൂ. ആ പൊങ്കാല സമർപ്പണത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ആ സുദിനം അമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹവും അമ്മയുടെ പ്രസാദവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാലയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.